അപ്പം നമ്മൾ ഈ കാണാൻ പോകുന്നത് ബൊറൂട്ടോ അല്ല, നമ്മളുടെ സ്വന്തം ഡിമൺ സ്ലേയറിൻ്റെ സീസൺ 4 എപ്പിസോഡ് നമ്പർ 1 ആണ്. മെയ് 12 ഇത് റിലീസായത് 2024. ടു ഡിഫീറ്റ് മുസാൻ കിബുട്സുജി എന്നാണ് നമ്മളുടെ എപ്പിസോഡിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ ആദ്യം കാണിക്കുന്നത് നമ്മളുടെ ഒബനായിയും സെൻമിയുമാണ്. നമുക്കറിയാം നമ്മളുടെ ഒബനായി സേർപ്പൻ ഹാഷറയാണ്, അതുപോലെ തന്നെ സെൻമി നമ്മളുടെ വിൻഡ് ഹാഷറയാണ്. അപ്പോൾ അവരും 2 ഡീമൺ സ്ലേയേഴ്സും കൂടെ ചേർന്നിട്ട് ഒരു വനത്തിലേക്ക് പോയേക്കാണ്. അതൊരു റിമോട്ട് ഫോറസ്റ്റ് ആണ്. അവിടെ അങ്ങനെ അധികം മൃഗങ്ങളും ഇല്ല, അങ്ങനെ ആൾക്കാർ കയറി പോകത്തൊന്നുമില്ല. അപ്പോൾ അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ അതിന് ചുറ്റപ്പെട്ടൊരു മൗണ്ടൻ ഉണ്ട്, അതിന് ചുറ്റപ്പെട്ടൊരു വില്ലേജ് ഉണ്ട്. അവിടെ നിന്നും 2 ലേഡീസിനെ കാണാതായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളിവിടെ എത്തിച്ചേർന്നേക്കുന്നത് ഒരു കാസിലിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ കാസിലിൻ്റെ ഉള്ളിൽ എന്താ ഡീമൺസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് കൺഫേം ആയിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളുടെ ഒബനായി പറയുന്ന ഒരു കാര്യമുണ്ട്. അത് മെൻജി റെസ്റ്റോറേഷൻ്റെ സമയത്ത് ഇത് കാണാതെ, അതായത് ആൾക്കാർ മറന്നുപോയി, എങ്ങോട്ടോ പോയി എന്ന് വിചാരിക്കുന്നത്. നമ്മൾ അങ്ങനൊരു സ്ഥലമുണ്ട്, പക്ഷേ അവിടെ ആൾക്കാരൊന്നും കാണാതെ ചെല്ലാതാവുമ്പോൾ ആ സ്ഥലത്തിനെ പറ്റി ആൾക്കാർ മറന്നുപോയി, അങ്ങനെ പറയുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ എന്തായാലും ഡിമൺസ് കാണുമെന്ന് നമ്മളുടെ ഒബനായി പറയുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ സെൻമി പറയുന്നുണ്ട്, ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്തിട്ട് പോയില്ലേ, അതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽസും ആൾക്കാർക്ക് ആർക്കും അറിയത്തില്ല. അതിനർത്ഥം അവർ അത്രയ്ക്കും സ്കില്ല് കുറഞ്ഞ ആൾക്കാരാണെന്നും അതുമാത്രമല്ല അവർ അലോ ചെയ്തത് പോലാണെന്നും ഡീമൺസ് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തു എന്നൊക്കെ ആണെന്നാണ്. അപ്പോഴത്തേക്ക് ഒബനായി പറയുന്നുണ്ട്, ഞാൻ കണ്ടു ഒരു ഡീമൺ ഓടിപ്പോകുന്നു എന്ന്. അവൻ്റെ തോളത്ത് നമ്മളുടെ ഇവിടെ നിന്ന് പോയ റീസെൻ്റ് ആയിട്ട് പോയ ആ പെങ്കൊച്ചും ഉണ്ട്, അതായത് ആ ലേഡിയും ഉണ്ട്. അപ്പോഴത്തേക്കും ഇവരാണെങ്കിൽ അതിൻ്റെ പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ ഡീമൺ ആണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇവരെ കാണുന്നുണ്ട്. ഓ, എനിക്ക് ഈ ലേഡീനെ കൊണ്ട് മുമ്പോട്ട് പോകണമെങ്കിൽ, ഈ പെങ്കൊച്ചിനെ കൊണ്ട് മുമ്പോട്ട് പോകണമെങ്കിൽ ഞാൻ ആദ്യം ഇവരെ നശിപ്പിക്കണം. ഇവരെ നശിപ്പിച്ചാൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. കാരണം ഇവരെനിക്ക് ഒരു വെല്ലുവിളിയാണ് എന്നും പറഞ്ഞിട്ട് ഇവനുണ്ടല്ലോ നമ്മളുടെ പിള്ളേരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇതിനകത്ത് ഹാഷ്റമാരെ, അതായത് ഇതിൽ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 പേര് നല്ല ഡീമൺ സ്ലേയേഴ്സ്, നല്ല സ്ട്രോങ്ങും വീക്കായിട്ടുള്ള 2 പേരും ഒന്നാണ്. വീക്കായിട്ടുള്ളവർ അറ്റാക്ക് ചെയ്യാൻ ഡീമൺ പ്ലാൻ ചെയ്യാണ്. അതേസമയം ഒബനായും സെൻമിയും അങ്ങനെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുമ്പോഴാണ് ഹെൽപ്പ് എന്നെ സഹായിക്കണേ എന്നൊരു ഇത് വരുന്നത്. ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം കുറച്ച് മുമ്പ് ഒരു കൊച്ചു കരഞ്ഞിട്ടാണ് ആ കൊച്ചിനെ എടുത്തിട്ട് പോയത്. അപ്പോൾ ആ ഒരു സൗണ്ടാണ്, അതായത് ആ ഒരാളാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഒബനായി പറയുന്നുണ്ട്, എനിക്ക് എന്തോ ഒന്ന് ഇവിടെ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള സാധനമുണ്ട്. അതായത് ഇവിടെ കുറേ ഡീമൺസിൻ്റെ പ്രസൻസ് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഡീമൺസ് ഇങ്ങനെ ഇത്രയും വലിയ കൂട്ടമായിട്ട് നിൽക്കത്തില്ല, അതും വീക്കായിട്ടുള്ള ഡീമൺസ് ഇത്രയും കൂട്ടം. അതായത് ഇവിടെ നിൽക്കുന്ന എല്ലാ ഡീമൺസും, മിക്കവാറും ഡീമൺസും ഭയങ്കര വീക്കായിട്ടുള്ള ഡീമൺസ് ആണ്. അപ്പോഴത്തേക്കും ഇത്രയും ഡീമൺസ് വീക്കായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കണം, അത് ഗ്യാദറായിട്ട് നിൽക്കണമെങ്കിൽ എന്തോ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഒബനായ്ക്കും സെൻമിക്കും അധികം നേരം സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, അവർ മൂവിയാണ്. അതേസമയം ഒരു ഡിമൺ വന്നിട്ട് ഒരു ഡിമൺ സ്ലേയറിനെ, നമ്മളുടെ 2 ഡിമൺ സ്ലേയേഴ്സ് ഉണ്ടല്ലോ, അതിൽ ഒരാളെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അയാളാണെങ്കിൽ ആകെ പേടിച്ചു പോവാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണ്. പക്ഷേ എന്നാൽ അത്ര ആദ്യം കണ്ടതിൻ്റെ ആദ്യമായിട്ടല്ല, അത്ര ഇതില്ലാത്തതുകൊണ്ട് പേടിയാണ്. അങ്ങനെ അയാൾ പേടിച്ച് നിൽക്കുമ്പോൾ ഒബനായി വന്നിട്ട് നല്ല രീതിയിൽ ആ ഒരു ഡിമണിനെ ഒറ്റ സ്ട്രൈക്കിൽ കൊല്ലുകയാണ്. അതും വളരെ സിമ്പിളായിട്ടെന്ന പോലെ. അപ്പോഴത്തേക്കും ഈ ഒരു ഡിമൺ സ്ലേയറും മറ്റേ ഡിമൺ സ്ലേയറും അതൊരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്. അതിനുശേഷം അവർ കാര്യമായിട്ട് തന്നെ ഡിമൺസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ കൊല്ലുന്നുമുണ്ട്. എന്നിട്ട് ഒബനായും സെൻമിയും മുമ്പോട്ട് പോകും തോറും ഡിമൺസ് കൂടി വരികയാണ്. അതായത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഡിമൺസിൻ്റെ പ്രസൻസ് കുറച്ച് അധികമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രസൻസ് ആവുന്ന രീതിയിൽ, അതായത് ഡിമൺസ് ഇങ്ങനെ കൂട്ടം കൂടി വരികയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഒബനായും സെൻമിയും ഒരൊറ്റ സ്ട്രൈക്കിൽ കുറേയൊക്കെ കൊല്ലാൻ നോക്കുന്നുണ്ട്. പിന്നീട് മനസ്സിലാവുന്നുണ്ട് സെൻമിക്ക് ഇങ്ങനെ പോയാൽ പറ്റത്തില്ലെന്ന്. ഒബനായും സെൻമിയും അങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ്. കറങ്ങി തിരിഞ്ഞ് സെൻമി വന്ന് വിൻഡ് ബ്രീത്തിങ് സെക്കൻഡ് ഫോം ക്ലാപ്പ് പ്യൂരിഫയിങ് വിൻഡ് എന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാണ്. ക്ലാപ്പ് പ്യൂരിഫയിങ് വിൻഡ് വെച്ചിട്ട് ഒരുപാട് ഡിമൺസിനെ അങ്ങനെ കൊല്ലുന്നുണ്ട്, അതും ഒരൊറ്റ സ്ട്രൈക്കിൽ. അതിനുശേഷവും ഡിമൺസ് പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ പിന്നെയും ഒബനായും സെൻമിയും ഒന്നിച്ച് നിന്ന് കുറേ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതൊരു അടിപൊളി സീനാണ് കേട്ടോ. എന്നിട്ട് ഒബനായും സെൻമിയും ആണെങ്കിൽ ഒബനായി അതിൽ നമ്മുടെ സർപ്പൻ ബ്രീത്തിങ് യൂസ് ചെയ്യുന്നുണ്ട്. സർപ്പൻ ബ്രീത്തിങ്
ബ്രീത്തിങ് 5th ഫോം ആയിട്ടുള്ള ഫ്ലട്ടറിങ് സർപ്പൻ്റ് എന്ന ഫോമാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരൊറ്റ സിംഗിൾ സ്ലാഷിൽ, അതും ഒരു ഫ്ലൂയിഡ് സ്ലാഷിൽ ഒരുപാട് ഡിമൻസിനെ കൊല്ലാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കൊല്ലുമ്പോഴാണ് നമ്മുടെ ഇതിലെ കാട് വെട്ടിത്തളിച്ച കണക്ക് നേരെ അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു തട്ടിക്കൊണ്ട് പോയില്ലേ ആ വെങ്കൊച്ചിനെ, ആ ലേഡിയെ കൊണ്ടുപോയ ഡിമണ്ടിനെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. അങ്ങനെ ആ ലേഡിയെ കൊണ്ടുപോയ ഡിമണ്ടിനെ കാണുമ്പോൾ ഈ ഡിമണ്ടിന് മനസ്സിലായി, ഇത്രയും അധികം ഡിമൻസിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഇവർ സിമ്പിളായിട്ടുള്ള ആൾക്കാരല്ല, ഇവർ ഹാഷ്റമാരാണ്, ഇവർ വെറും ഡിമൺ സ്ലേയേഴ്സ് അല്ല എന്ന്. ആ ഡിമൺ അങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴാണ് വേറൊരു ഡിമൺ നമ്മുടെ സെൻമിയുടെ മുമ്പിൽ വരുന്നത്. ആ കട്ടക്കലിപ്പിൽ സെൻമി ആണെങ്കിൽ ആ ഡിമണിനെ വെട്ടിക്കൊല്ലാണ്. ഇതുകൂടെ കണ്ടതും അവിടെ നിന്നതിൽ ഇവനേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള ആളെയാണ് കൊന്നേക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവൻ ഭയങ്കര രീതിയിൽ പേടിക്കുകയാണ്, നന്നായിട്ട് പതറുവാണ്. എന്തായാലും ഞാനിവിടെ നിന്നാൽ ഇവന്മാർ എന്നെ കൊല്ലും, ഈ കൊച്ചിനെ കൊണ്ട് സ്ഥലം വിടുന്നതാണ് നല്ലത് എന്ന് ഈ ഡിമണിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ആ ഡിമൺ അവിടെ നിന്നും ചാടി രക്ഷപ്പെടാണ്. അങ്ങനെ ആ ഒരു സമയത്ത് ഒബനായും സെൻമിയും ഇവൻ പോയതിലല്ല ഞെട്ടുന്നത്, ഇവിടെ ഇനിയും ഡീമൺസിൻ്റെ പ്രസൻസ്, അതും ചില്ലറ ഡീമൺസ് ഒന്നുമല്ല, കുറേ അധികം ഡിമൺസ്. പീക്കറാണ് എന്നാലും കുറേ അധികം ഡിമൺസ്. അതുകൊണ്ട് തന്നെ ഇവരെ അങ്ങോട്ട് വീഴത്തില്ല ഈ ഡീമൺസിൻ്റെ പുറകെ. അതുമാത്രമല്ല താഴെയും കുറേ ഡിമൺസ്, ഇവൻ പോയ സ്ഥലത്തും കുറേ ഡിമൺസ്, ഇനി ബിൽഡിങ്ങിൻ്റെ റൂഫ് ടോപ്പിലും കുറേ ഡിമൺസ്. അങ്ങനെ ഡിമൺസിൻ്റെ ഒരു ചാകര. അങ്ങനെ ഇവിടെ നമ്മളുടെ ഒബനായും സെൻമിയും റൂഫ് ടോപ്പിൽ കയറിയിരിക്കുന്നുണ്ട്. അവിടെ കുറേ അധികം ഡിമൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 ഡയറക്ഷനായിട്ട് നോക്കുവാണ്, സെൻമി ഈ ഡയറക്ഷനും ഒബനായ ആ ഡയറക്ഷനും. അതുകൊണ്ട് അങ്ങനെ വരുന്ന ഡീമൺസിനെ അറ്റാക്ക് ചെയ്ത് തീർത്തിട്ട് മറ്റേ ഡിമണ്ടിനെ, തട്ടിക്കൊണ്ട് പോയ ഡിമണ്ടിനെ, ആ ലേഡിയെ കൊണ്ടുപോയ ഡിമണ്ടിൻ്റെ പുറകെ പോകാമെന്ന്. ആദ്യം തന്നെ നമ്മളുടെ ഒബനായ കാണിക്കുകയാണ്. ഒബനായ ആണെങ്കിൽ സർപ്പൻ്റ് ബ്രീത്തിങ് 3rd ഫോം കോയിൽ കോക്ക് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാണ്. അങ്ങനെ ആ ഒരു ടെക്നിക്ക് കൊണ്ട് തന്നെ ഒരുപാട് ഡീമൺസിനെ ആ ഒരു എഡ്ജ് ഭാഗത്ത് നിന്ന് കൊല്ലാൻ പറ്റുകയാണ്. അതൊരു റാപ്പിഡ് വൈൻഡിങ് അറ്റാക്ക് ആയിരുന്നു. അതായത് പെട്ടെന്ന് ഇങ്ങനെ ചുറ്റിപ്പനഞ്ഞ് നല്ല രീതിയിൽ ഒരുപാട് ഡീമൺസിനെ ഒറ്റ ഇതിൽ കൊല്ലാൻ പറ്റി. അതുമാത്രമല്ല സെൻമി ആണെങ്കിൽ ആ ഒരു കോർണറിൽ ചെന്ന് നിന്നിട്ട് ഒരുപാട് ഡീമൺസിനെ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ ഒബനായും സെൻമിയും 2 രീതിയിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് സെൻമി അടുത്ത ഫോം യൂസ് ചെയ്യുന്നത് വിൻ ബ്രീത്തിങ് 4th ഫോം റൈസിങ് ഡസ്റ്റ് സ്റ്റോം എന്ന് പറയുന്ന ടെക്നിക്ക്. ഈ റൈസിങ് ഡസ്റ്റ് സ്റ്റോമും ഒരു അടിപൊളിയായിട്ടുള്ള ടെക്നിക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെൻമിക്ക് മുറിവേക്ക്, സെൻമിയുടെ പുറത്ത് ഒരുപാട് മുറിവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൊട്ടി ഇനിയിപ്പോൾ രക്തം വരാൻ തുടങ്ങും. അത്രയ്ക്കും രീതിയിൽ ആ ഒരു 4th ഫോം പോവുകയാണ്. അങ്ങനെ അവൻ തന്നെ ഒരു രക്തത്തിൽ കുളിച്ച മാതിരി ആവുകയാണ്. ആ രക്തം കൂടെ ചെതറിക്കൊണ്ടാണ് ആ ഫോം കംപ്ലീറ്റ് ആവുന്നത്. അതുകൊണ്ട് യൂസ് ആയോന്ന് ചോദിച്ചാൽ അടിപൊളിയായിരുന്നു. കാരണം അത്രയും അധികം ഡീമൺസിനെ കൊല്ലാൻ പറ്റി. ആ ഒരു സീനൊക്കെ നമുക്കിങ്ങനെ രോമാഞ്ചം വരും. സെൻമിയൊക്കെ അടിപൊളിയായിട്ടാണ് ആ ഫൈറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മളുടെ സെൻമി ബ്ലഡിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ്. ആ ഡീമൺ എടുത്ത് ചാടിയിട്ട് പോയോ നോക്കിയാൽ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് പോയി നിൽക്കുകയാണ്. ആ ഒരു ലേഡിയും കയ്യിലുണ്ട്. ഇപ്പോഴും നീ എൻ്റെ പുറകെ ഉണ്ടോ, അതെങ്ങനെ എന്ന രീതിയിൽ നിൽക്കുകയാണ്. കാരണം അവിടെയുള്ള എല്ലാ ഡീമൺസിനെയും ഓൾമോസ്റ്റ് കൊന്നു കഴിഞ്ഞു. ഇനിയുമോ ഞാൻ എങ്ങനെയെങ്കിലും ഇവളെ കൊണ്ടുപോകും, നിങ്ങളുടെ കയ്യിൽ ഇവളെ തരത്തില്ല എന്ന് പറഞ്ഞ് ഈ ഡിമൺ വാശിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒബനായുടെ വേഗം കണ്ടിട്ട് ഡിമൺ ആ ലേഡീനെ എടുത്തെറിയാണ്. എനിക്ക് കിട്ടാത്ത നിനക്കും കിട്ടണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ആ ലേഡി എറിഞ്ഞു, അവർ വീണ് മരിച്ചു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിന് മുമ്പ് നമ്മളുടെ ഒബനായി വന്നിട്ട് പിടിക്കുകയാണ്. ചുമ്മാടാ ഹാഷ്ര എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മളുടെ ഹാഷ്ര ഒബനായി വന്നിട്ട് സർപ്പൻ്റ് ഹാഷ്ര പിടിക്കുകയാണ്. അപ്പോൾ തന്നെ ഇയാൾക്ക് മനസ്സിലായി ഇവന് നല്ല സ്പീഡുണ്ട്, ഇപ്പോൾ ഓടിയ രക്ഷപ്പെടാമെന്ന്. അങ്ങനെ നമ്മളുടെ ഒബനായി ആ ലേഡീനെ സേഫ് ആകാൻ നോക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ഡിമണ്ടിനെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ഈ ഒരു ഡിമണ്ടിനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ അവനൊരു റൂഫ് ടോപ്പിൽ പോയി നിൽക്കുകയാണ്. എന്നിട്ട് ഈ ചാട്ടക്കാരൻ ഡിമൺ അവിടെ നിന്ന് പിടിച്ച് ചാടുകയാണ്. അങ്ങനെ നമ്മളുടെ ഒബനായും സെൻമിയും അവൻ്റെ കൂടെ ചാടുകയാണ്. അങ്ങനെ ഇവന്മാർ 3 പേരും ചാടുമ്പോഴാണ് ഈ ഡിമണിന് നല്ല ഒരു ഹാപ്പിനെസ് കിട്ടുന്നത്. അപ്പോൾ ഒബനായും സെൻമിയും നല്ല ഗോൾഡൻ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം കാണാണ്. ഇതെന്താ 5 സ്റ്റാർ ഹോട്ടലോ എന്ന മാതിരിയാണ് ഒബനായും സെൻമിയും നിൽക്കുന്നത്. ഇങ്ങനൊരു സ്ഥലത്തിനെ പറ്റി കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല, ഇതുവരെ കണ്ടിട്ടുമില്ല. അപ്പോൾ ഇത് ഏതാണ് സ്ഥലം? നമുക്ക് മനസ്സിലായി, നമ്മുടെ ഇൻഫിനിറ്റി കാസിലാണത്. അപ്പോൾ അവിടത്തേക്കാണ് ഇവന്മാർ ചെന്ന് ചാടിയേക്കുന്നത്. അപ്പോൾ ഇത് ഏതാണ് സ്ഥലം? ഒരുപാട് ഡീമൺസ്, ഇവനാണെങ്കിൽ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഒരുപാട് ഇതുപോലത്തെ ഡീമൺസ് ഇനിയും വലിയ പവറുള്ള ഡീമൺസിനെയൊക്കെ സെൻസ് ചെയ്യുന്നു. അപ്പോൾ ഇതേതാ സ്ഥലം എന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇവരാണെങ്കിൽ ആ ഒരു ഡിമണ്ടിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആ ഒരു കിഡ്നാപ്പർ ഡിമണ്ടിനെ അല്ല, അവിടെ ചുറ്റുപാട് ഒരുപാട് ഡിമൺസ്, റാങ്ക് ഉള്ള ഡിമൺസ് ഒക്കെ ഉള്ളതുപോലെ അങ്ങനെ അവരെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ കിഡ്നാപ്പർ ഡിമണ്ട് നമ്മളുടെ സെൻമിയുടെ 4th ഫോം
കണ്ട് തന്നെ ഞെട്ടിയിരിക്കുവാണ് ബ്രീത്തിങ്. അപ്പോൾ വിൻ ബ്രീത്തിങ് അത് കണ്ടിട്ട് തന്നെ പറയുകയാണ് നീ ഇവിടെ വന്നിട്ട് എന്നെ കൊല്ലാൻ നോക്കണമെന്ന്. അങ്ങനെ സെൻമി ആണെങ്കിൽ ചെന്ന് കുത്തുന്നുണ്ട്. പക്ഷെ അത് ചെന്ന് ആ സോഡ് ചെന്ന് കുത്തുന്നത് വെറും നിലത്ത്, ആ ഒരു ബിൽഡിങ്ങിൻ്റെ വെറും നിലത്ത്. അതും പിന്നെയും ആ പഴയ ആ കാട്ടിൻ്റെ നടുക്കിലുള്ള ആ ഒരു സ്ഥലത്ത് എത്തിയേക്കാണ്. അതേതാ സ്ഥലം എന്ന് ഒബനായി ചോദിക്കുകയാണ്. എനിക്കൊട്ടും പരിചയമില്ല, അവിടെ ഒരുപാട് റാങ്ക് ഡിമൻസ് ഉള്ളതുപോലെ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് ഒബനായി പറയുമ്പോൾ നമ്മളുടെ സെൻമി പറയാണ്, പിന്നെ ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് വന്നേക്കാണല്ലോ, എനിക്കും ഒന്നും മനസ്സിലായില്ലടോ. എന്താണ് ആ സ്ഥലം, അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ ഇനിയും ഡീമൻസ് ഉണ്ടടാ, പക്ഷെ ഇവിടെ ഒരു ഡീമൻസും ഇല്ല. അപ്പോൾ അത് ഏതായിരിക്കും സ്ഥലം, എനിക്കെങ്ങനെ അറിയാനാണ്, നീ എന്നോട് ചോദിക്കുന്നോ എന്ന രീതിയിലാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ കനാവോനെയാണ്. കൺട്രി സൈഡിൽ പോയിട്ട് കനാവോ തിരിച്ചു വരികയാണ്. അപ്പോഴത്തേക്കും ബട്ടർഫ്ലൈ മാൻഷനെ എത്തുമ്പോഴും കിയോന ഹോസൂമി ഒക്കെ വന്നിട്ട് അവളെ വെൽക്കം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഷിനോബുവിനെ കാണുന്നുണ്ട്. ഷിനോബു പറയാണ്, നീ അറിഞ്ഞ് കാണുമല്ലോ നമ്മുടെ സോഡ് സ്മിത്ത് വില്ലേജിൽ നടന്ന അറ്റാക്ക്. അപ്പോൾ അതിൽ നമുക്ക് മൂയിച്ചിറോ മിറ്റ്സൂരി ടാൻജിറോ അങ്ങനെ എല്ലാവരുടെ അടുത്തും നന്ദി പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം 2 അപ്പർ റാങ്കാണ് മരിച്ചത്. അതിലേറ്റവും കൂടുതൽ പ്രശ്നം വന്നേക്കുന്നത് നെസൂക്കയ്ക്കാണ്. കാരണം നെസൂക്കോ ഒരു ഇമ്മ്യൂണിറ്റി ഒരു കീ ആയിട്ട് എടുത്തേക്കാണ്, സൺലൈറ്റിൻ്റെ ആ ഒരു പ്രശ്നം. അതായത് ഇപ്പോൾ ബാക്കിയുള്ള ഡിമൻസിനെ വെച്ച് നോക്കിയാൽ അവർക്ക് സൺലൈറ്റിൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, പക്ഷേ നെസൂക്കയ്ക്ക് പറ്റും. അത് അവളുടെ ശരീരം അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു വേറുള്ളതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട്. അപ്പോൾ ഉറപ്പായിട്ട് മുസാൻ്റെ ആൾക്കാർ ഇനി അവളെ തിരക്കി വരും. ഞാൻ എന്തായാലും ഒരു ഹാഷ്റ മീറ്റിങ്ങിന് നമ്മളുടെ ഉബാഷിക്കി മാൻഷനിൽ പോവാണ്. അവളെ നോക്കേണ്ടത് ആരെ, നെസൂക്കോനെ നോക്കേണ്ടത് കനാവോ ആണെന്ന് പറയാണ്. ഞാൻ നോക്കണമെന്ന് സത്യത്തിൽ നീ എന്നെ അത്രയും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാരണം അത്രയ്ക്കും വലിയ ഡ്യൂട്ടിയാണ്. കാരണം മുസാൻ അയക്കുന്ന ഡീമൻസ് സിമ്പിളായ ആൾക്കാരായിരിക്കത്തില്ല, അപ്പർ റാങ്ക് ഡീമൻസ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഷിനോബു പറയാണ്, ഉണ്ട്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ട്, നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് എന്തായാലും പിടിച്ചു നിർത്താനെങ്കിലും പറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഷിനോബു പോവാണ്. ടാൻജിറോനെ കാണിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ടാൻജിറോ ആണെങ്കിൽ ഗോട്ടോനോട് ചോദിക്കുകയാണ്, അതായത് എല്ലാവരും വില്ലേജിൽ ഓക്കെ അല്ലേ, വില്ലേജിൽ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ ഡീമൻസ് വല്ലതും വന്നോ, അല്ല 2 അപ്പർ റാങ്കിനെ കൊന്നതുകൊണ്ട് വേറെ അപ്പർ റാങ്ക് വല്ലതും വന്നോ, വേറെ പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും ഉണ്ടായോന്ന് ഇങ്ങനെ ചോദിക്കാൻ കാരണം 7 ദിവസത്തിന് ശേഷമാണ് ടാൻജിറോ എഴുന്നേക്കുന്നത്. ഗോട്ട് പറയണം, എവിടെ നിന്ന്, അവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല, 2 അപ്പർ റാങ്ക് മരിച്ചതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ ഡീമൺ സ്ലേയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആരും വന്നിട്ടൊന്നുമില്ല. അവർ വില്ലേജ് പഴയതുപോലെ ആക്കുന്നതിൻ്റെ പണിപ്പാടിലാണ്. അത് മാത്രമല്ല അവർ പുതിയ വില്ലേജുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പുറത്തോട്ട് മാറാനായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതായത് അവരിനി പ്രീ പ്ലാൻഡ് ആണ്, വലിയ പ്രശ്നമൊന്നും ഇനി ഉണ്ടാവത്തില്ലെന്ന് പറയണം. ടാൻജിറോയ്ക്ക് ആശ്വാസമാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ നെസൂക്കോനെ പറ്റി പറയണം കോട്ടോ. അതായത് നമ്മളുടെ നെസൂക്കോയ്ക്ക് എന്തോ സൂപ്പറായിട്ടുള്ളത് നടന്നിട്ടുണ്ടല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ ഡിമൺ സ്ലേയേഴ്സ് ആയിക്കോട്ടെ, ഹാഷ്റമാരായിക്കോട്ടെ അലേർട്ടഡായി. അത് മാത്രമല്ല ഉബയാഷിക്കി മാൻഷനിൽ ഒരു മീറ്റിംഗ് ഇപ്പോൾ ഹാഷ്റമാരുടെ പോവുകയാണ്. അപ്പോൾ ഇനി അതിലെന്തൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിയാനേ വയ്യ, പക്ഷേ എന്തോ നടന്നിട്ടുണ്ട്, എന്താ ടാൻജിറോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ടാൻജിറോ പറയാണ്, അത് ഭയങ്കര സൂപ്പർ സംഭവമാണ്. അതായത് ഞാനൊട്ടും വിചാരിച്ചില്ല നെസൂക്കോയ്ക്ക് ഇപ്പോൾ സൺലൈറ്റിൽ ഇറങ്ങി നടക്കാം ബാക്കി ഡിമൻസിൽ നിന്നും വ്യത്യസ്തമായിട്ടെന്ന്. ശരിയല്ലേ ഗോട്ടോ പറയാണ്. അതെ അതിനുശേഷം അതുകൊണ്ടായിരിക്കും ഇവിടെ ഭയങ്കര ഇതായിട്ട് നിന്നത്. അപ്പോൾ ഞാൻ അത് കൊള്ളാമല്ലേ എന്ന് പറയണം. അപ്പോൾ ടാൻജിറോ പറഞ്ഞാൽ അത് കൊള്ളാം, നല്ല കാര്യമല്ലേ എന്ന്. എന്നിട്ട് ടാൻജിറോ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിക്കാൻ പറയണേ, ലവ് ഹാഷ്റ ഉണ്ടല്ലോ, അവൾ നല്ല രീതിയിൽ കഴിക്കും, ഫുഡ് നല്ല രീതിയിൽ കഴിക്കുന്നതുകൊണ്ടാണ് അവൾ സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ സ്ട്രോങ് ആവണമെന്ന് പറയണം. അപ്പോഴത്തേക്കും അവരെപ്പോൾ തന്നെയാണ് നീ ആയി വരുന്നതെന്ന് ഗോട്ടോ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ടാൻജിറോ ഗോട്ടോനോട് പറയാണ്, ഒരു ഡിമണായി നിന്നുകൊണ്ട് ചിലപ്പോൾ നെസൂക്കയ്ക്ക് എവല്യൂഷൻ സംഭവിക്കുകയായിരിക്കും. അതായത് ഒന്നെങ്കിൽ ഒരു കംപ്ലീറ്റ് ഭയങ്കര വലിയ ഡിമൺ, അല്ലെങ്കിൽ സാധാ ഒരു മനുഷ്യനായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു ഡിമണ്ട് ആ ഒരു ബ്ലഡും ആ സംഭവമൊക്കെ വെച്ചിട്ട് ഒരു മനുഷ്യനെ പോലെ അവൾ ക്യാരക്ടർ എല്ലാം അതുപോലെ ആവും. മനുഷ്യനൊക്കെ എന്തൊക്കെ ചെയ്യാം അതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ 3 എന്തോ ആണ് നടക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ടാൻജിറോയ്ക്ക് ഇത്രയും അധികം നോളജ് ഇതിനെ പറ്റിയിട്ട് എവിടെ നിന്നാണ് കിട്ടിയത്, ഇതാരാണ് പറഞ്ഞു തന്നത്, എനിക്ക് മനസ്സിലായി ഷിനോബു അല്ലേ എന്ന് ഗോട്ടോ ചോദിക്കുമ്പോൾ, ഷിനോബു അല്ലെന്നേ, എനിക്കിത് പറഞ്ഞു തന്നത് നമ്മളുടെ ലേഡി ടമായോ ആണ്. അപ്പോൾ ടമായോ ആണ് നെസൂക്കോനെ എക്സാമിൻ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഗോട്ടോ ചോദിക്കുകയാണ്, അപ്പോൾ നമ്മളുടെ ഷിനോബു അല്ലേ നമ്മളുടെ നെസൂക്കോനെ എക്സാമിൻ ചെയ്യുന്നത്. ടാൻജിറോ പെട്ടെന്ന് ആ ഒരു സത്യം പുറത്ത് പറഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ പതർച്ച പറയാണ്ട്
അയ്യോ തൊണ്ടയിലെ മണ്ണാക്കിൽ എന്നെ അരികുരുങ്ങി എന്ന രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ തൊണ്ടയിലെ മണ്ണാക്കിലെ അരികുരുങ്ങിയ ടാൻജിറോനെ സമാധാനിപ്പിക്കുകയാണ് നമ്മളുടെ ഗോട്ടോ. അതേ സമയം നമ്മളുടെ നമ്മളുടെ ഹാഷ്റ മീറ്റിങ്ങിൽ വന്നില്ലേ, അപ്പോൾ അവിടെ കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ സ്റ്റോൺ ഹാഷ്റ ആണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്തത് ഭയങ്കര പൊളി സാധനം, കാരണം അത്രയ്ക്കും അടിപൊളിയായിരുന്നു. വിൻ ഹാഷ്റ പറയുന്നുണ്ട്, അതായത് ഞാനൊരു കാര്യം പറയാം, ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർത്തനെ, ആദ്യം തന്നെ തീർത്തനെ, നിങ്ങളെപ്പോലെ ഇങ്ങനെ വലിച്ചു നീട്ടത്തില്ലായിരുന്നു. എന്ത് വേട്ടയിട്ടാ, പിന്നെ എനിക്കങ്ങനെ കിട്ടാറില്ല, അതെന്താണെന്ന് എനിക്കറിയത്തുമില്ല എന്ന് പറയണം. അപ്പോഴത്തേക്കും നമ്മളുടെ ലവ് ഹാഷറായിട്ടുള്ള മിത്സൂരി പറയുന്നുണ്ട്, ഞാനത് ചെയ്തത് ഭയങ്കര സാഹസമായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു, അതായിരുന്നു ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ ആ സ്റ്റണ്ട് ഫുൾ വിശദീകരിക്കാൻ തുടങ്ങുകയാണ്. വോയിസ് മിസ്റ്റർ ഹാഷ പറയണത് തലനാരിഴക്ക് രക്ഷപ്പെട്ടു, എല്ലാവരുന്നെങ്കിൽ തീർന്നനെ, അവന്മാരുടെ എന്തോ ഒരു വീക്ക്നെസ് കിട്ടി, അത് വെച്ച് സ്പോട്ട് ചെയ്ത് പിടിച്ചു. എൻ്റെ മാത്രം കഴിവൊന്നുമല്ല, മിത്സൂരിയുടെ ഉണ്ട്, ടാൻജിറോയുടെ ഉണ്ട്, നെസൂക്കോയുടെ ഉണ്ട്, എല്ലാവരുടെയും പാർട്ടിസിപ്പൻസ് ഉള്ളത് കൊണ്ടാണ് അത് നടന്നത് എന്ന രീതിയിൽ ഫുൾ ക്രെഡിറ്റ് അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ സേർപ്പൻ ഹാഷ പറയണം, നിങ്ങൾ ചെയ്തത് പൊളി സംഭവം, കാരണം ഇതുവരെ അങ്ങനെ അപ്പർ റാങ്ക് 2 ഡീമൻസിനെയൊന്നും അടുപ്പിച്ചടുപ്പിച്ച് കൊല്ലാൻ അവർക്ക് പറ്റിയിട്ടില്ല റീസെൻ്റ് ആയിട്ട്. അപ്പോൾ അത് നടന്നതുകൊണ്ട് തന്നെ സൂപ്പറായിട്ടുണ്ട്. അല്ല, നിങ്ങളുടെ ചോദിക്കാൻ മറന്നുപോയി, എങ്ങനെയുണ്ട് മോയിച്ചിറോ മിത്സൂരി, നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോഴത്തേക്കും മിത്സൂരി ആണെങ്കിൽ, അയ്യോ ഏട്ടായി ചോദിച്ചു, ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ പറയാം, അതായത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആക്ച്വലി ഞാൻ പെട്ടെന്ന് ഹീലായി, ഞാനിപ്പോൾ ബൂമറാങ്ങ പോലെ ചാടും, എലാസ്റ്റിക്കാണ്, എൻ്റെ ബോഡി സൂപ്പർ ഫ്ലെക്സിബിളാണ് എന്ന രീതിയിൽ പറയാണ്. സ്ട്രോങ് ആയി, ബോൾഡായി, അതുപോലെ തന്നെ സ്മാർട്ടായി, കുറച്ചുകൂടെ എനിക്ക് ആ ഒരു സ്പീഡ് ഇൻക്രീസ് ചെയ്തു, എന്തൊക്കെയോ ഒരു പുതിയ സംഭവങ്ങൾ അപ്ഡേഷൻ നടന്നൊരു ഫീലാണെന്ന രീതിയിൽ കുറേ പറയാണ്. അത് മാത്രമല്ല, നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നതിന് എന്ന രീതിയിൽ മിത്സൂരി മനസ്സിലാലോചിക്കുന്നുമുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ മോയിച്ചിറോ അത് പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് എനിക്ക് അത്രയും സുഖമൊന്നുമല്ല, അത് മാറാൻ കുറച്ച് സമയം എടുക്കും, പിന്നെ ഫാസ്റ്റായിട്ട് നടക്കുന്നു, ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നു, കംപ്ലീറ്റ്ലി ആയിട്ടില്ല എന്ന രീതിയിൽ പറഞ്ഞാൽ തീർക്കുവാണ്. അപ്പോൾ മിത്സൂരി പറയുന്നുണ്ട്, ഞാനിപ്പോൾ കുറേ ബെറ്ററാണ്, നീ എന്നെപ്പറ്റി ഓർത്തിട്ട് ടെൻഷൻ ആവുന്നുണ്ടല്ലോ എന്ന രീതിയിലൊക്കെ അങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ സ്റ്റോൺ ഹാഷ്റനെ കാണിക്കുകയാണ്. സ്റ്റോൺ ഹാഷ്റ പറയുകയാണ്, എന്ത് റിസ്ക് എടുത്താണ് ഡിമൺ സ്ലേയേഴ്സും നിങ്ങളും കൂടെ ചേർന്നിട്ട് ഇത് ചെയ്തപ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ റിസ്കിൽ വെച്ചു, അത്ര ആൾക്കാരെ രക്ഷിക്കാൻ സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ് ഹാഷ്റയുടെ ജോലി. ഇനിയും ഒരു ഹാഷ്റനെ നഷ്ടപ്പെടുത്താനായിട്ടുള്ള ആ ഒരു ഇതില്ല, സ്ലേയേഴ്സിന് ഇനിയും വീക്ക്നെസ് കൂടത്തേ ഉള്ളവർ പോയാൽ. അപ്പോഴത്തേക്കും അതിനൊക്കെ ഒരുപാട് നിങ്ങൾ ആ ഒരു ലൈഫ് എങ്ങനെയെങ്കിലും സേവ് ചെയ്ത് തിരിച്ചു വന്നു, അത്രയും പേരുടെ ലൈഫ് സേവ് ചെയ്ത് സൂപ്പറായിട്ട് നിങ്ങൾ ആ ടാസ്ക് ചെയ്തു എന്ന്. അപ്പോൾ ഷിനോബു ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഷിനോബു പറയുകയാണ്, നിങ്ങളുടെ മുറിവൊക്കെ പതിവിലും വേഗത്തിൽ ഹീലായിട്ടുണ്ട്. അത് നമ്മളുടെ മോയിച്ചിറോ പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. എന്നാൽ തന്നെയും മുന്നേ തന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ മനസ്സിലായി അതെങ്ങനെയാണെന്ന് പറയണം. അപ്പോൾ ഗായു പറയണം, ഉറപ്പായിട്ടും നമ്മുടെ മാസ്റ്റർ അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യും, അതിനെപ്പറ്റി സംസാരിക്കുമെന്ന്. അവർ കാഗിയെ ഉപേക്ഷിക്കുന്നതിന് പ്രതീക്ഷിച്ച് നമ്മളുടെ ഉപേക്ഷിക്കുക മാൻഷനിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ അവിടെ അമാനയാണ് വരുന്നത്. അതുമാത്രമല്ല അവരുടെ 2 കുട്ടികളും കൂടെ ഉണ്ട്. അപ്പോഴത്തേക്കും വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ അദ്ദേഹത്തിന് മീറ്റിങ്ങിന് വരാൻ പറ്റത്തില്ല, ഇപ്പോൾ എന്നല്ല, ഇനി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ മുന്നിലെ മീറ്റിങ്ങിന് വരാൻ പറ്റിയ അത്രയും നല്ലത്, കാരണം അത്രയും ഭയങ്കര ബുദ്ധിമുട്ടിയ ഹെൽത്ത് കണ്ടീഷനിൽ കൂടെയാണ് അദ്ദേഹം പോകുന്നത്, അത്രയും സീരിയസ് ആണ് അദ്ദേഹത്തിന്. എനിക്കറിയത്തില്ല എങ്ങനെ നിങ്ങളോട് അതിനുള്ള ഒരു ഉത്തരവാദിത്തം പറയേണ്ടതെന്ന്. പക്ഷേ ഞാൻ പറയുവാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ക്ഷമ ചോദിക്കുകയാണ്. അതായത് അദ്ദേഹം വരുമെന്ന് വിചാരിച്ചാണ് നിങ്ങൾ ഇവിടെ വന്നത്, അത് പറയാത്തതിന് ക്ഷമ ചോദിക്കുകയാണെന്ന് പറയണം. അപ്പോഴത്തേക്കും നമ്മൾ സ്റ്റോൺ ഹാഷറേയും മറ്റ് ഹാഷറമാരും ഒക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, കാരണം ഒരു ദിവസം ഒരു നിമിഷമെങ്കിലും അദ്ദേഹത്തിന് കൂടുതൽ ജീവിക്കാൻ പറ്റിയ അദ്ദേഹം ജീവിക്കട്ടെ, മാസ്റ്ററിന് പറ്റുന്ന രീതിയിൽ ജീവിക്കട്ടെ, അതിനുള്ള സ്ട്രെങ്ത് ദൈവം അവർക്ക് കൊടുക്കട്ടെ എന്ന രീതിയിൽ പറയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ കാഗിയുടെ പ്രസൻസിൽ എന്ന പോലെ അമാന പറയാൻ തുടങ്ങുകയാണ്. അതായത് ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ ഒരു യുണീക്കായിട്ടുള്ള മാർക്ക് എല്ലാവരിലും അപ്പിയർ ആയൊക്കെയാണ്, അത് ഒന്നാമത്തെ കാര്യം. പിന്നീട് നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരു ഡിമൺ ഇപ്പോൾ എന്തൊക്കെയാണ് ഒരു പ്രത്യേക പവർ എടുത്തേക്കാണ്. അപ്പോഴത്തേക്ക് ആ ഒരു പവറിനെ പറ്റിയാണ് നമുക്ക് ആദ്യം സംസാരിക്കാം. അതായത് ആ ഒരു പവർ എടുത്തേക്കുന്നത് നെസൂക്കോയാണ്. അപ്പോൾ നെസൂക്കോനെ തിരക്കി ഇനി മുസാൻ്റെ ആൾക്കാർ ഉറപ്പായിട്ടും വരും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ അലേർട്ടായിട്ടിരിക്കണം. അതിന് അലേർട്ടാവുകയെന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണമെന്നാണ്. അപ്പോഴത്തേക്കും അതിന് കൂടുതൽ സ്ട്രെങ്ത് ആവശ്യമാണ്. അതിന് ഏറ്റവും ആവശ്യമായിട്ട് എനിക്കിപ്പോൾ മനസ്സിലായ സംഭവം, മിത്സൂറിക്കും മോയിച്ചിറോയ്ക്കും വന്ന ആ മാർക്ക് എല്ലാ ഹാഷ്റമാർക്കും
മാർക്കും വരണം എന്നതാണ്. അത് നിങ്ങൾ ട്രെയിനിങ്ങിനും കൂടെ കൊണ്ടുവരണം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യോറിച്ചിക്കൊക്കെ ഇതുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അങ്ങനെ പേരെടുത്ത് പറഞ്ഞില്ല, ആ ഒരു സ്പോർട്സ്മാൻ ഫേസ്റ്റ് ബ്രീത്തിങ് യൂസ് ചെയ്യുന്ന സ്പോർട്സ്മാന് അതുണ്ടായിരുന്നു. അദ്ദേഹം നമ്മളുടെ മുസാനെ കൊല്ലുന്ന രീതിയിൽ പോയി. മുസാൻ എപ്പോഴും പേടിയാണ് അദ്ദേഹത്തിൽ നിന്നാണ് നമുക്ക് കിട്ടിയ റെക്കോർഡ്സ് എന്ന് മനസ്സിലാവുന്നത്. റെക്കോർഡ്സ് ഒന്നും അതിനെപ്പറ്റി കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴാണ് വിൻഹാഷ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇത്രയും നാൾ ഇതിനെപ്പറ്റി പറഞ്ഞില്ല എന്ന്. അപ്പോൾ പറയാണ് അതിനെപ്പറ്റി പറയാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഫേസ്റ്റ് ബ്രീത്തിങ് യൂസ് ചെയ്ത അദ്ദേഹത്തിന് ശേഷം ആ ഒരു സ്പോർട്സ്മാനിന് ശേഷം വന്ന ജനറേഷനിലുള്ള സ്പോർട്സ്മാൻ, അതായത് അവരുടെ ഗ്രൂപ്പിൽ തന്നെ കുറച്ച് പേർക്ക് പിന്നീട് അങ്ങോട്ട് ഈ മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ കുറേ പേർക്ക് ആ മാർക്ക് ഇല്ലായിരുന്നു. ഇവരെ പോലെ തന്നെ അവരും ട്രെയിനിങ് എടുത്തു. അവരവസാനം അവരെ തന്നെ ഒരുപാട് സ്വന്തമായിട്ട് ഉപദ്രവിച്ച് നോക്കി. പക്ഷെ അവർക്ക് ആ മാർക്ക് വന്നില്ല. അപ്പോൾ അതുകൊണ്ടൊന്നും ആ മാർക്ക് വന്നില്ല. പക്ഷെ ആ ഒരു അത്ര പേർക്ക് ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് അത് വന്നു. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് വരുന്നില്ല എന്ന് പറ്റും ബാക്കിയുള്ളവർ ഇവരെ എനിമിയായിട്ട് കാണുകയും ചെയ്തു. അതുമാത്രമല്ല ഇവർക്ക് എതിരെ, അതായത് പബ്ലിക്കലി ഇല്ലെങ്കിലും അല്ലാതെ എതിരായിട്ട് വരും. അതായത് സ്വന്തമായിട്ട് എനിക്ക് ഇല്ലല്ലോ എന്ന രീതിയിൽ നിൽക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ മാർക്ക് പിന്നെ അങ്ങനെ ഇല്ലാതായിപ്പോയി. അങ്ങനെയാണ് ഇല്ലാതായിപ്പോയത്. പിന്നെ ടാൻജിറോയ്ക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ മിറ്റ്സൂരിക്കും മോയിച്ചിറോയ്ക്കും ഉണ്ട്. അതുകൊണ്ട് മിറ്റ്സൂരി നീ അതിനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് ഇവർക്ക് കൂടെ ഇവർ കേൾക്കട്ടെ, എന്നിട്ട് അതുപോലെ വേണം എല്ലാവരും ട്രെയിനിങ് എടുക്കാമെന്ന് പറയണം. അപ്പോൾ എല്ലാവരും മിറ്റ്സൂരിയെ നോക്കുകയാണ്. മിറ്റ്സൂരി ആണെങ്കിൽ നമ്മുടെ സർപ്പൻ്റ് നോക്കുന്ന കണ്ടിട്ട് എൻ്റെ പൊന്നെ ഞാൻ എന്നത് പറയാൻ രീതി നിൽക്കുകയാണ്. ആക്ച്വലി ഞാൻ പറയാം, ഞാൻ ആ ഫൈറ്റിൽ ഞാൻ ഇങ്ങനെ എടുത്ത് സോൾഡർ ഇങ്ങനെ വീശി ഇങ്ങനെ കറക്കി എൻ്റെ ഉറുമി ഇങ്ങനെ കറക്കി ഇങ്ങനെ അടിച്ചിങ്ങനെ വീശി അങ്ങനെ ചെയ്തു. ഞാൻ വെട്ടി പിന്നെ മുമ്പോട്ട് പോയി വെട്ടി മുമ്പോട്ട് പോയി വെട്ടി അങ്ങനെ വെട്ടലോട് അങ്ങനെ ലാസ്റ്റ് കുത്തലെ മറിഞ്ഞ് തലകുത്തി നിന്നപ്പോൾ ആടിമണ്ണ് വെട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇവരൊക്കെ ആർക്കും മനസ്സിലാവുന്നില്ല. സർപ്പൻ്റൊക്കെ തലയിൽ കൈ കാണും, ഈ പെണ്ണിനെ വിളിച്ച് ഇവരെ വേണം തലകളെ എന്തുവാ ഇവളീ പറയണേ എന്ന രീതിയിൽ എല്ലാവരുടെ അവസ്ഥ ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ മിറ്റ്സൂരി കമ്മുന്ന് നടന്ന് സോറി പറയാണ്. പിന്നെ മോയിച്ചിറോനെ കാണിക്കണം. മോയിച്ചിറോ അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല, പക്ഷേ നമ്മളുടെ ലിമിറ്റ്സിന് കൂടുതൽ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ അറിയാതെ ആ മാർക്ക് നമ്മളിലേക്ക് വരുന്നത്. അത് നോട്ടബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പ്രീവിയസ് ബാറ്റിലിൽ ഉണ്ടായതൊരു പോയിസൺ അറ്റാക്കാണ്. ഞാൻ പാരലൈസ് ആയിപ്പോയി. അതായത് അങ്ങനെ പാരലൈസ് ആവുന്നൊരു അറ്റാക്കായിരുന്നു. അതും ഒരു ബബിളിനുള്ളിലായിരുന്നു. അപ്പോൾ ഒരു ബോയ് എന്നെ രക്ഷിക്കാനായിട്ട് വന്നു. അവനെ ഡിമൺ പേടിക്കാനായിട്ട് വന്നു. അവൻ്റെ ജീവൻ എൻ്റെ അപകടത്തിലാണെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ മൂവ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ബ്രീത്തിങ് സ്റ്റൈൽ യൂസ് ചെയ്യാൻ നോക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ ബോഡി ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് റൈസ് ആവുകയാണ്. ഞാൻ ഒരുപാട് രീതിയിൽ എന്ത് ചെയ്യാണ്, എൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇമോഷൻസിൻ്റെയൊക്കെ ലിമിറ്റ് വിട്ടുപോയി. ഹാർട്ട് റേറ്റ് ഏകദേശം 200 ഹാർട്ട് ബീറ്റിലേക്ക് പോവുകയാണ്, അതും പെർ മിനിറ്റ്. എന്നിട്ട് ബോഡി ടെമ്പറേച്ചർ 39 ഡിഗ്രി ടെമ്പറേച്ചർ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ ഭയങ്കര രീതിയിൽ ഞാൻ എക്സ്പോസ്ഡ് ആവുമായിരുന്നു. അപ്പോൾ നമ്മളുടെ മാനേജർ ചോദിക്കുകയാണ് അതെങ്ങനെ നിനക്ക് മനസ്സിലായെന്ന്, അത്രയും ടെമ്പറേച്ചർ ഉണ്ടെന്ന് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ മിസ് കോച്ചോ ആണെങ്കിൽ ആ ഒരു പനി പിടിച്ച സമയത്ത് ഇതേ ടെമ്പറേച്ചറാണ് നമ്മളുടെ മോയിച്ചറുടെ ബോഡിയിൽ നോക്കിയത്. അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ബോഡിയുടെ ആ ഒരു നമ്മൾക്ക് മനസ്സിലാവില്ല ചൂട്, അത് വെച്ചിട്ടാണ് മനസ്സിലാക്കിയതെന്ന്. അപ്പോഴത്തേക്കും വിൻഹാഷ പറഞ്ഞു ഇവർ ഭ്രാന്ത, ഇവരെന്ത് സിമ്പിളായിട്ട് കൂളായിട്ടാണ് അത് പറഞ്ഞു നിർത്തത്. സിമ്പിളായിട്ട് കൂളായിട്ട് അത്ര സ്പീഡൊന്നും ഇല്ലാതെ ഭയങ്കര രസത്തിന് പറഞ്ഞു നിർത്തും. അതും ഒരു ഷോർട്ട് സ്റ്റോറിയാക്കി. എനിക്ക് എങ്ങനെയാണ് അങ്ങനെ പറയാമെന്ന് നോക്കിയാൽ സത്യത്തിൽ മിറ്റ്സൂരി പറഞ്ഞതുപോലെ ആയിരുന്നു പറയേണ്ടത്. അതായത് അത്രയ്ക്കും എക്സൈറ്റഡ് ആയിട്ട് വേണമെന്ന് പറയാം. നീ ഇത്ര റിലാക്സ്ഡ് പറഞ്ഞു, ഇത് നടക്കുന്ന കാര്യമൊന്നുമല്ല, നീ സിമ്പിളായിട്ടാണ് നിനക്ക് ഇങ്ങനെ തോന്നുന്നത്. അത് ഭയങ്കര പാടുള്ള ട്രെയിനിങ് ആണ്. എങ്ങനെയാണ് നമ്മൾ അങ്ങനെ കൊണ്ടുവരാം, ആ ഒരു സമയത്ത് എങ്ങനെ മൂവ് ചെയ്യാൻ തോന്നി, അത് ജീവൻ പോകുന്ന സംഭവമല്ലേ. ഓഫ് കോഴ്സ് ആണ്. മോയിച്ചിറോ പറയണതാണ്, നമ്മൾ അതിൽ ചിലപ്പോൾ മരിച്ചു പോകാം, ചിലപ്പോൾ ജീവിക്കാം. അതൊക്കെ നമ്മളുടെ ആ ഒരു സമയത്ത് കണക്കിരിക്കും. ചിലപ്പോൾ നമ്മളങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ മരിച്ചു പോകാം. അതിനിപ്പോൾ എനിക്ക് ലൈഫ് ഇൻഷുറൻസ് ഒന്നും എടുത്തു തരാൻ പറ്റില്ലല്ലോ എന്ന രീതിയാണ് മോയിച്ചിറോ പറയുന്നത്. വിൻഹാഷ പറയുന്നുണ്ട് നിനക്കെന്താടാ അങ്ങനെയൊന്നും നടക്കത്തില്ല, അത് ഭയങ്കര പാടുള്ള ട്രെയിനിങ് ആണ്, അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരുന്ന എന്ന രീതിയിൽ. അതേസമയം ഗോറ്റോനെയും ടാൻജിറോനെയും കാണിക്കുകയാണ്. അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഗോറ്റോ പറയാണ്, അതായത് ഞാൻ പറയാൻ വന്നൊരു സംഭവമുണ്ട്. നമ്മളുടെ നെസൂക്ക ആണെങ്കിൽ നല്ല രീതിക്കും സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവളുടെ സംസാരത്തിൽ വരുന്ന ഒരു പ്രശ്നം, അവളിങ്ങനെ പേരുകൾ പറയുമ്പോൾ ചില ആൾക്കാരുടെ പേരുകൾ ശരിയാവുന്നില്ല. അവൾ മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് ഇത്ര പറഞ്ഞു കൊടുത്തിട്ടും ശരിയാവുന്നില്ല. അപ്പോൾ പറയാണ് അതിനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് നമ്മൾ ടാൻജിറോ ചോദിക്കണം. എന്തായാലും അവൾ സംസാരിച്ചു തുടങ്ങിയത് തന്നെ ഡെവലപ്മെൻറ്റ് ആണ്. ഇനി അങ്ങോട്ട് അവൾ നല്ല രീതിയിൽ അത് മനസ്സിലാക്കി സംസാരിക്കുമെന്ന് പറയാണ്. സെനിറ്റ്സ് വന്നോ എന്ന് ടാൻജിറോ ചോദിക്കുമ്പോൾ ആ മഞ്ഞമ്പുടി പയ്യനല്ലേ അവൻ വന്നിട്ടില്ല
എന്ന് പറയണം. അവൻ വന്നാൽ ഇനി എന്തരാ എന്തോ എന്ന് ഇവരെ സംസാരിക്കുകയാണ്. ഒന്ന് കൊണ്ടും പേടിക്കേണ്ട, സെനിറ്റ്സു ലാൻഡഡ്. അങ്ങനെ സെനിറ്റ്സുവിനെ കാണിക്കുകയാണ്. അവനൊരു മിഷന് പോയിട്ട് വന്നേക്കാണ്. അങ്ങനെ ചെല്ലുമ്പോൾ നമ്മളുടെ സുമി നിഹോ കായോ ഷിക്കിയോ ഒക്കെ അവൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവർ കളിച്ചുകൊണ്ടിരുന്ന പമ്പരം ഇവൻ്റെ മണ്ടയ്ക്ക് പോയി വീഴുന്നുണ്ട്. അപ്പോൾ സുമിയൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്, മിസ്റ്റർ സെനിറ്റ്സു, നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതാണല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും പരിക്കൊക്കെ ഉണ്ടോ, റെസ്റ്റ് എടുക്കണ്ടേ എന്ന രീതിയിലൊക്കെ സെനിറ്റ്സുനോട് പറയണം. അപ്പോൾ സെനിറ്റ്സ് പറയാണ്, സുമി കിയോ നഹോ, എനിക്കറിയാമായിരുന്നു നിങ്ങൾ ഇങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യും, എന്നെ ഓർത്ത് വറീഡാണ്, എന്നെ കാത്ത് ഇവിടെ തന്നെ നിൽക്കുമായിരിക്കും, ഞാൻ പോയപ്പോഴും ഇവിടെ നിൽക്കാമല്ലായിരുന്നോ, അത് തന്നെ നിങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് കാല് കഴുകുന്നുണ്ടോ എന്ന രീതിയിലൊക്കെ ഇവൻ സംസാരിക്കണം. അപ്പം പറയണം, ഒരിക്കലുമില്ല, ഞങ്ങളിങ്ങനെ പോകുന്ന വഴി ആ വരുന്നത് കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചു, എന്തായാലും ചാവാതെ തിരിച്ചു വന്നതിൽ സന്തോഷം. നിഹോയും അതുപോലെ തന്നെ സുമിയൊക്കെ പറയുന്നത് കേട്ടോ, എന്താണ് അങ്ങനെ പറയുന്നത് എന്നിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവോയി അങ്ങോട്ട് വരുന്നുണ്ട്. അവോയിനോട് ഇതുപോലെ ചോദിക്കുന്നുണ്ട്. അവോയി പറയുന്നോട് നെവർ മൈൻഡ്, ഞാൻ നിന്നെ തിരക്കി നിന്നിട്ടൊന്നുമില്ല. അപ്പോഴത്തേക്കും നമ്മളെ നെസൂക്കോ വരെയാണ്. നെസൂക്കോ വന്നിട്ട് വെൽക്കം ബാക്ക് എന്ന് പറയാണ്. ഇത് കേട്ടതും സെനിറ്റ്സു, അയ്യോ ഇതാരിത്, എൻ്റെ ടെമ്പറേച്ചർ കൂടുന്നു, കൊള്ളാം നെസുകോ, യു ലുക്ക് സോ പ്രെറ്റി ഇൻ ദിസ് എന്താണ് സൺലൈറ്റ്, നീ മൂൺലൈറ്റിൽ അങ്ങനെ, സൺലൈറ്റിൽ ഇങ്ങനെ, നിന്നെ മൂൺലൈറ്റിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, സൺലൈറ്റിൽ യു ലുക്ക് സോ പ്രെറ്റി എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ നെസുക്ക പറയാണ് വെൽക്കം ബാക്ക്. അപ്പോഴത്തേക്കും സെൻറ്റൻസ് പറയണം, ഓ ഞാനിപ്പോൾ കേട്ടത് സത്യമാണോ, ഞാൻ ചോദിക്കാൻ പറഞ്ഞു, നീ നിന്ന് സംസാരിക്കാൻ പഠിച്ചുവോ, അത് നല്ലൊരു കാര്യം. നീ എനിക്ക് വേണ്ടിയാണോ സംസാരിക്കാൻ പഠിച്ചത്, എനിക്ക് വേണ്ടിയോ, നീ ഇത്രയും ദൂരം എനിക്ക് വേണ്ടി പോയോ, നീ ഇത്രയും കഷ്ടപ്പെട്ടോ എന്നെ ഒന്ന് പകൽ വെളിച്ചത്തിൽ കാണാനും എന്നോട് സംസാരിക്കാനും. സെനിറ്റ്സ് പറയാണ്, നെസുക്കോ നീ ഒരു ഹെൽപ്പ് ചെയ്യും, കാരണം നീ ഇങ്ങനെ സംസാരിക്കാൻ പഠിച്ചല്ലേ, എൻ്റെ പേര് വെച്ചൊന്ന് വെൽക്കം ബാക്ക് പറ എന്ന് പറയാണ്. അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളുടെ എന്താണ് നെസുക്കോ പറയണം, നെസുക്കെ വെൽക്കം ബാക്ക്. എന്താ ഒന്നുകൂടെ പറഞ്ഞേ, ഇനോസുക്കെ വെൽക്കം ബാക്ക് എന്ന് പറയണം. അപ്പോൾ പറയാണ്, എന്ത് നീ ഇനോസുക്കെയാണോ വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞേ, അവൻ എന്ത് ധൈര്യമുണ്ട്, അവൻ എന്നെക്കാൾ മുമ്പേ മിഷൻ തീർത്ത് വന്ന അവൻ്റെ പേര് മാത്രമാണ് ഹാൻസം പോയ്സൺ എന്ന് പറഞ്ഞ് മിക്കവാറും പറയിപ്പിച്ചിരിക്കും. എന്ത് ധൈര്യമുണ്ട്, ഞാൻ അവനെ വെറുതെ വിടത്തില്ല, അവൻ എവിടെയെന്നും ചോദിച്ച് നമ്മളുടെ സെനറ്റ്സു പോവാണ്. അപ്പോൾ ഈ സർക്കിൻ്റെ പേരെന്തോ ആയിരുന്നു എന്ന് പറഞ്ഞ് നമ്മളുടെ നെസുക്കോ നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്കുമാണ് നമ്മളുടെ ഗോട്ടോടെ ടാൻജറോയുടെ അടുത്തേക്ക് ഹൊട്ടറോ ഹാഗാനെസുക്കോ വരുന്നത്. അപ്പോൾ നമ്മളുടെ ഹാഗാനെസുക്കോ വരുമ്പോഴും ഹാഗാനെസുക്കോ എന്ന് ടാൻജറോ പറയുന്നുണ്ട്. എന്തിനാ വന്നേന്ന് ചോദിക്കുന്നുണ്ടോ, നമുക്കറിയാം എന്തിനാ വന്നതെന്ന്. അതായത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സോഡ് ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ്, അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് നമ്മളുടെ ടാൻജറോ ആ ഒരു സോഡ് എടുത്തുകൊണ്ട് പോയത്. അത് ഒരുപാട് വാർണിഷ് ചെയ്യാനുള്ള, ഒരുപാട് പോളിഷ് ചെയ്യാനുള്ള, ഒരുപാട് എന്താണ് അങ്ങനെ മൂർച്ച കൂട്ടിയെടുക്കാനുള്ള അത്രയ്ക്കും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു മെറ്റലാണ്. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് ഹാഗാനെസുക്കയ്ക്ക് ഭയങ്കര ടെൻഷനാണ്, സോഡിന് വല്ലതും പറ്റുമോ എന്ന്. അതുമാത്രമല്ല ഒട്ടും റെസ്റ്റ് എടുക്കാതെ ആ പണി ചെയ്ത് ആ വിറയിൽ മാറിയില്ല, ഇങ്ങനെ അടിച്ചടിച്ചല്ലേ ചെയ്യുന്നത്, ആ വിറയിൽ മാറാതെ ആ ചൂടോടെ അത്രയും റഷിൽ കൊണ്ടുവന്ന് കൊടുത്തേക്കാണ് ആ ഒരു സോഡ്. അപ്പോൾ ടാൻജറോയ്ക്ക് റെങ്കോക്കുൻ്റെ ആ സിമ്പിളാണ് ആദ്യമായിട്ട് ആ സോണിൽ നമ്മുടെ ടാൻജറോ ശ്രദ്ധിക്കുന്നത്. അത് കാണുമ്പോഴേ കണ്ണു നിറയുന്നുണ്ട്. ഇത് നമ്മളുടെ കൊഡറ്റ്സുനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ആദ്യം എടുത്തിട്ട് കൊണ്ടുപോയത്. അപ്പോഴത്തേക്കും അത് ഓർക്കുമ്പോൾ ടാൻജറോ അതൊക്കെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഹാഗാനെസുക്കോ പറയാണ്, അതായത് ഇത് സൂപ്പറായിട്ടുള്ള ഒരു മെറ്റൽ വെച്ചാണ് ചെയ്തേക്കുന്നത്. ടാൻജറോ പറയുന്നതുകൊണ്ട് ഇരിക്കാൻ അത്രയും ബ്രഷ് ചെയ്താണ് വന്നേക്കുന്നത്, കുടിക്കാൻ വല്ലതും വേണമെന്ന് വെച്ചാൽ ഒന്നും വേണമെന്ന് പറയാണ്. കാരണം ഇത് ചെയ്തേക്കുന്ന ആള് ഡിമൺ സ്ലേയേഴ്സിൻ്റെ നമ്മളുടെ അങ്ങനെ ഒരു സംഭവം ഫോം ചെയ്യുന്നത് മുമ്പ് വന്നതാണ്. അയാളൊരു സോർട്സ്മാൻ ആണ്. അതുമാത്രമല്ല അയാളെ ഏറ്റവും നല്ല മെറ്റൽ വെച്ചിട്ട്, റെയർ ആയിട്ടുള്ള മെറ്റൽ വെച്ചിട്ട് ആണ് ഇത് ഉണ്ടാക്കിയേക്കണേ. അതിനകത്ത് എഴുതിയേക്കുന്നത് കണ്ടോ, ഒരു പ്രത്യേക അതെന്ന് പറഞ്ഞാൽ കഞ്ചിയാണ്, അതായത് അത് സ്ലേ എന്നാണ് മീനിങ്. അതായത് അത് ഉണ്ടാക്കിയേക്കുന്ന ആളുടെ ലക്ഷ്യം ഈ ഡീമൺസിനെ എല്ലാം കൊല്ലുക എന്നതാണ്. ഒരു ഡിസ്ട്രോയർ ഓഫ് ഡിമൺസ്, അതായത് ഡീമനുകളുടെ അന്തകൻ എന്ന രീതിയിലാണ് ആ ഒരു സംഭവം വരുന്നത്. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള, ഇത്രയും പൊളിയായിട്ടുള്ള സോഡാണ്, അത് അത്രയും പഴക്കമുണ്ട്, അതും അത്രയും നല്ല മെറ്റലായതുകൊണ്ടാണ് ഇത്രയും നാൾ നിന്നത്. അതും ബ്ലാക്ക് കളർ മെറ്റൽ. ബ്ലാക്ക് കളർ എന്ന് കേട്ടതും ടാൻജറോ അത് ഞാനിത് ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് പറയാണ്. നീ ഇത് ശ്രദ്ധിക്കൂല, കാരണം ഞാനത് പോളിഷ് ചെയ്ത് തുടങ്ങിയിട്ട് ഉള്ളായിരുന്നു അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്, അപ്പോഴാണ് നീ ഇതെടുത്തിട്ട് പോയത്, അതുകൊണ്ട് നിന്നെ ഞാൻ പുറത്തില്ലെന്ന് പറഞ്ഞ് കവിളി പിടിച്ച് വലിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോട്ടോ പറയാണ്, നിങ്ങളും വയ്യാതിരിക്കുകയാണ്, നിങ്ങളെപ്പോലെ തന്നെ വയ്യാതിരിക്കുകയാണ് ടാൻജറോ. രണ്ട് വയ്യാത്ത മെൻ്റൽ പേഷ്യൻസ് കൂടെ ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്, ഇവിടെ കുറേ അധികം പേഷ്യൻസ് കിടക്കുന്നുണ്ടാ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ഹാഗാനെസുക്കോ പറയാണ്, നീ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് വാങ്ങിച്ചു തരണം ആ ഒരു ഇതെന്ന്.
അതെന്ന് ചോദിച്ചാൽ നമ്മളുടെ സൂഷി അല്ലെങ്കിൽ റൈസ് പുഡിങ് നമ്മളുടെ എന്താണ് ഹൊട്ടറുകൊണ്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ ഹൊട്ടറു ഹാക്കാൻ സുഖം എന്നാണ്, അതുകൊണ്ടാണ് മാറിപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ അങ്ങനെ ടാൻഡ്രോ സമ്മതിക്കുകയാണ്. അപ്പോൾ ഗോറ്റോയും കൂടെ ഇടയിൽ കയറി 3 പേരും കൂടെ ഒട്ടിയാവുകയാണ് അവിടെ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഹാക്കാൻ സുഖം തന്നെ കൂളായി റിലാക്സായി മോനെ റെസ്റ്റ് എടു എന്ന് പറഞ്ഞിട്ട് പോവാണ്. എന്നിട്ട് ടാൻഡ്രോ ആണെങ്കിൽ ഇങ്ങനെ ഈ സോണിനെ പറ്റി പറയാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ഗണ്യ ബഹളം വെക്കുന്നത്. എന്തൊരു സൗണ്ടാണ് ഇവിടെ, നിങ്ങൾക്ക് സമാധാനമില്ലേ, ഞാനിവിടെ റെസ്റ്റ് എടുക്കുവാണ്, ഒരുപാട് ഇതായിട്ട് നിൽക്കുകയാണ്. ക്ഷമിക്കണം ഗണ്യ, നിന്നെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വിചാരിച്ചില്ല, നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തായാലും നിങ്ങൾ റെസ്റ്റ് എടുത്തോ, ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു, ഞങ്ങൾ ഇനി സംസാരിക്കുകയില്ല, ഞങ്ങൾ ഇനി ബഹളം വെക്കത്തില്ല, ഇവിടെ ആരും നിന്നെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. നോക്ക് എന്തൊരു ശാന്തത, എല്ലാവരും ശാന്തമാണ്, നീ കിടന്നുറങ്ങിക്കോ, നല്ല അന്തരീക്ഷം എന്ന് പറയണം. അപ്പോഴാണ് ഇനോസൊക്കെ ജനൽ പൊടിച്ച് യാഹോ എന്ന് പറഞ്ഞ് ചാടുന്നത്. ചാടി വന്ന് വീണ ഇനോസൊക്കെ പറയണേ, നിനക്കറിയാമോ, നിങ്ങൾ അറിഞ്ഞല്ലേ, ഞാൻ ആ ഒരു സ്ട്രെങ്തനിങ് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ടാൻജറോ പറയണം, നിനക്കെന്താ പ്രാന്തോ, നീ എന്താ ജനലൊക്കെ പൊളിച്ചാണ് പറയുന്നത്, നിനക്ക് നേരെ വഴിയൊന്നും അറിയത്തില്ല. ഗോട്ടോ പറഞ്ഞിട്ട് പിന്നെ അല്ലാതെ എനിക്കും ദേഷ്യം പറഞ്ഞു, ഇയാളെന്താ കാണിച്ച വിൻഡോ ബ്രേക്ക് ചെയ്താണോ വരുന്നത്, വേറെ എന്തൊക്കെ വഴിയുണ്ട് ഈ റൂമിനകത്ത് കയറാനായിട്ട്, എനിക്കതൊന്നും പറയാനുള്ള ഇതില്ല, എനിക്ക് പെട്ടെന്ന് നിന്നോടെല്ലാം പറയണം, നീ ഉറക്കം എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ നീ എൻ്റെ ഉറക്കമായിരുന്നു കേട്ടാ. അത് മാത്രമല്ല നിനക്ക് സ്ട്രെങ്ത് ഇല്ല, സ്ട്രെങ്തനിങ് ട്രെയിനിങ് അതാണ് മെയിനായിട്ടുള്ള സംഭവം. ഞാൻ ജോയിൻ ചെയ്ത് സ്ട്രെങ്തനിങ് ട്രെയിനിങ് തുടങ്ങാൻ പോവാണ്, അത് ഗ്രൂപ്പ് വൈസ് ആണ് എന്നൊക്കെ പറയണം. അപ്പോൾ ടാൻജറോ പറഞ്ഞു, നീ എന്താണ് പറയുന്നത് ഇനോസൊക്കെ, ഒന്ന് റിലാക്സ് ആവൂ എന്നിട്ട് പറയൂ. അതായത് ഹാഷ്റമാർ ഈ ഒരു ഡീമൺ സ്ലേയേഴ്സിലെ സ്ട്രെങ്തനിങ് ട്രെയിനിങ് ആ ഒരു ഭാഗമായിട്ട് ഇവരുടെ ഓരോരോ വീക്ക്നെസ് ഒക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പോവുകയാണ്. അതായത് നമ്മൾ ഹാഷ്റമാരുടെയൊക്കെ മെയിൻ സംഭവങ്ങൾ, മെയിൻ ടെക്നിക്സ് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു ഇതാണ് ഇത്. അപ്പം അതാണ് ഇവിടെ ഇനോസൊക്കെ പറയുന്നത്. അത് ഇനിയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അതേസമയം നമ്മളുടെ സ്റ്റോൺ ഹാഷ്റ പറയാണ് നമ്മൾക്ക് ഹാഷ്റ ട്രെയിനിങ് തുടങ്ങേണ്ടതായിട്ടുണ്ടെന്ന്. അതായത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് നമ്മളുടെ എന്താണ് ഗിയോ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാകൂല എന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു. എല്ലാ ഹാഷ്റമാരും കൂടെ വഴക്കായിട്ടുണ്ടായിരുന്നു. ഗിയോ പോകില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ സർപ്പൻ ഹാഷ്റയും മിൻ ഹാഷ്റയൊക്കെ പറഞ്ഞു, നിനക്ക് അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല, മിറ്റ്സൂരിയും മൊയ്ച്ചുറോ എല്ലാവരും ചാടി എഴുന്നേറ്റ് പോകാൻ നോക്കി. അപ്പോഴത്തേക്കും നമ്മളുടെ സ്റ്റോൺ ഹാഷ്റാണ് ഒരൊറ്റ ക്ലാപ്പിൽ അവരെ ഫുൾ പിടിച്ചിരുത്തിയത് അവിടെ. അങ്ങനെ പിടിച്ചിരുത്തിയതിന് ശേഷമാണ് ഈ സംസാരം നടക്കുന്നത്. അങ്ങനെ ഇവർ സംസാരിക്കുകയാണ്. അത് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇനി അവർ എങ്ങനെയെങ്കിലും ആ ഒരു സംഭവം അച്ചീവ് ചെയ്തെടുത്തേ പറ്റത്തുള്ളൂ. ഹാഷ്റ ട്രെയിനിങ്ങിൽ നമുക്ക് പിള്ളേരെ ട്രെയിൻ ചെയ്തില്ലേ, ആ ഒരു സംഭവത്തിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം, അങ്ങനത്തെ രീതിയിൽ പോകാം എന്നൊക്കെ രീതിയിലാണ് ഇവരിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അങ്ങനെ ചെയ്യുമ്പോൾ ഹാഷ്റമാർക്കും നമ്മൾക്ക് കുറച്ചുകൂടെ ആ ഒരു മാർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. പിന്നെ അതേപോലെ ഡീമൺ സ്ലേയേഴ്സിനും കുറച്ചധികം യൂസ്ഫുൾ ആവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ചെയ്യണം. ഓരോരുത്തരായിട്ട് വേണം ഓരോരോ ഗ്രൂപ്പിനെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട്. ഗിയോനെ കാണിക്കണം. ഗിയോ ഒരു ഹാഷ്റ എല്ലാവരും അവിടെ ഉള്ളപ്പോഴും ഗിയോ അവിടെ ഇല്ല. ഗിയോ എഴുന്നേറ്റ് പോയേക്കാണ്. അപ്പോഴത്തേക്കും ഗിയോൻ്റെ അടുത്ത് പറയണം, നിങ്ങൾ ശരിയാണോ ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന രീതിയിൽ ഗിയോൻ്റെ അടുത്ത് നമ്മുടെ ക്രോ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ടാൻജറോനെ കാണിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ സെനിറ്റ്സുനെ കാണിക്കുകയാണ്. സെനിറ്റ്സു ടാൻജറോനോട് പറയണം, അതായത് ഇപ്പോൾ ദേ അടുത്തതെന്ന് ആ ഒരു ട്രെയിനിങ് തുടങ്ങിയെന്ന്. എന്താണ് എനിക്ക് ഇനി ട്രെയിനിങ്ങിനൊന്നും വയ്യ, കാരണം ഞാനിപ്പോൾ മിഷൻ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ടാൻജറോ പറയാണ്, ഈ ട്രെയിനിങ് കൊണ്ട് നമുക്ക് നമ്മുടെ വീക്ക്നെസ്സൊക്കെ സ്ട്രെങ്ത് ആക്കാൻ പറ്റും, നമുക്ക് നമ്മളുടെ വീക്ക്നെസ്സൊക്കെ മനസ്സിലാവും. ഇപ്പം നമ്മൾ കൺസീലർ ഉപയോഗിക്കില്ല, അതുപോലെ എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടെങ്കിൽ നമുക്കതൊക്കെ കവറപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ അതിനെ പോസിറ്റീവ് പറയണം. അപ്പോൾ സെനിറ്റ്സു അതിനെ നെഗറ്റീവ് പറയണം. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് പറയുമ്പോൾ നെഗറ്റീവിന് ആകെ പ്രശ്നമാണ്, അതായത് സെനിറ്റ്സിന് പ്രശ്നമാണ്. നീ എന്തിനാണ്, എന്ത് നാശത്തിനാണ് നീ ഇങ്ങനെ പറയുന്നത്, എല്ലാത്തിനും പോസിറ്റീവ് പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നത്, ഇങ്ങനെയൊന്നും അല്ല പറയേണ്ടത്, ഇങ്ങനെയൊന്നും നടക്കത്തില്ല, നീ ഇത്രയും നാളും ബെഡ് റെസ്റ്റ്, നിനക്ക് നേരെ ട്രെയിനിങ്ങിന് ചെല്ലുമ്പോൾ കുഴപ്പമില്ലായിരിക്കും, പക്ഷേ എനിക്കങ്ങനെയല്ല, ഞാൻ മിഷന് പോയിട്ട് വന്നതാണെന്ന് പറയണം. അപ്പോഴത്തേക്കും നമ്മൾ ടാൻജറോ പറയാൻ, ഞാനും അങ്ങനെയായിരുന്നു, ഞാൻ പോയിട്ട് വന്നിട്ടല്ലേ റെസ്റ്റ് എടുത്തത്. അപ്പോൾ സെനിറ്റ്സ് പറയണം, നിൻ്റെ തല ഞാൻ കടിച്ചു പൊട്ടിക്കും, നീ ഹീല് പോലും ആയിട്ടില്ല, നീ ഇവിടെ കിടന്ന് വല്ല ബെഡ് റെസ്റ്റും എടുക്കുക, അല്ലാതെ ഇത് ഇവിടെ കിടന്ന് റെസ്റ്റ് എടുക്കുക, നീ ട്രെയിനിങ്ങിൻ്റെ കാര്യം പറയാൻ പോണേ, നീ വേറെ പണിയില്ലെങ്കിൽ ചുമ്മാ എനിക്കിതൊന്നും കേൾക്കണ്ടെന്ന് പറയാണ്. അപ്പോഴത്തേക്കും എന്നിട്ട് സെനിറ്റ്സ് ദേഷ്യപ്പെട്ട് പോവാണ്. അപ്പോൾ ടാൻജറോ വിളിച്ച് നിർത്താണ്. എന്നിട്ട് പറയണേ, നമ്മുടെ സെനിറ്റ്സോ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതായത് ഞാൻ ആ ഒരു സമയത്ത് നിൻ്റെ ആ ഒരു ലൈറ്റ്നിങ് സ്റ്റൈൽ യൂസ് ചെയ്തിട്ടാണ് ഡിമൺസിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടത്.
ഒരു പ്രാവശ്യം എൻ്റെ മുമ്പിൽ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്പോൾ അത് മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്കത് ഓർമ്മ വരും. എനിക്ക് നിൻ്റെ അത്രയും സ്പീഡിനില്ലെങ്കിലും ചെയ്യാൻ പറ്റും, അത് കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടതും എന്ന് ടാൻജിറോ പറയാണ്. അപ്പോൾ സെനിറ്റ്സു വിചാരിക്കുകയാണ്, നീ ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് എൻ്റെ മൂഡ് കുറേ ബെറ്റർ ആയെന്ന് നീ വിചാരിക്കില്ല. എന്നാലും ബെറ്റർ ആയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ചീറ്റിച്ച് ഹാപ്പി ആയിട്ടാണ് സെനിറ്റ്സു പിന്നെ അങ്ങോട്ട് പോകുന്നത്. അത് സെൽഫായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യാണ്. ഞാൻ പഠിപ്പിച്ചു കൊടുത്ത ആ സംഭവങ്ങൾ കൊണ്ടാണ് ഇവന്മാരിപ്പോൾ ആ ഡയമണ്ട്സിലേക്ക് വന്നത്, അല്ലാതെ ഞാനല്ലാതെങ്കിൽ ഒന്നും ആവില്ലായിരുന്നു എന്ന രീതിയിൽ. നമ്മളുടെ സെനിറ്റ്സുവിൻ്റെ മൂഡ് ബെറ്റർ ആയിട്ടുണ്ടെങ്കിലും സെനിറ്റ്സുവിന് ഇപ്പോൾ ട്രെയിനിങ് എടുക്കാനൊന്നും ഒരു മൂഡുമില്ല. കാരണം ഇപ്പോൾ മിഷൻ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ, അതിൻ്റേതായ റെസ്റ്റ് എടുക്കേണ്ടതാണ്. പക്ഷേ ട്രെയിനിങ് ആരംഭിക്കാൻ പോവുകയാണ് എന്നതാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഡീമൺ സ്ലേയേഴ്സിന് ഓരോരോ ഗ്രൂപ്പിനായിട്ട് ട്രെയിനിങ് തുടങ്ങിയ കാണാൻ ഭയങ്കരമായിട്ട് ഇട്ട് കഷ്ടപ്പെടുത്താണ്, വലിക്കുവാണ് അവന്മാരവിടെ കിടന്നത്. അപ്പോൾ ടെൻഷൻ ആണ് ഇപ്പോൾ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഇവരോട് പറയുന്നുണ്ട്, നിങ്ങളെ ഡീമൺസ് പിടിക്കാൻ വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയും ഓടി രക്ഷപ്പെട്ടല്ലേ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ വയ്യെന്നും വിചാരിക്കുക. അപ്പോഴത്തേക്കും ഓടി രക്ഷപ്പെടണം. അങ്ങനെ വിചാരിച്ച് ഓടി പിള്ളേരെ പുറകെ ഡീമൺസ് ഉണ്ട്, പിടിച്ച് നിന്നെ വാന്തി തിന്നുമെന്ന് പറയാണ്. എന്നിട്ട് ഈ പിള്ളേരെ ഓടുന്നില്ല, വീണ് പോവാണ്. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഒട്ടും ഫിറ്റല്ല, നിങ്ങളെയൊക്കെ എങ്ങനെയാണ് ഭാവിയിലേക്ക് എടുക്കുക, അല്ലെങ്കിൽ നീക്കിൽ ഒരാൾ ഹാഷറായ എങ്ങനെയാണ് അത് നടക്കാമെന്ന്. ടെൻഷന് കൂട്ടായിട്ട് ഹിനാറ്റ, സുമാമിക്കോ ഒക്കെ അവരുടെ 3 വൈഫ്സ്മാരും ഉണ്ട് കേട്ടോ. അവർ 3 പേരാണ് കുക്കിങ്. അപ്പോൾ അവർ 3 പേരോട് നല്ല രീതിയിൽ പാചകം ചെയ്തിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ കഴിക്കാൻ അവരെ വിളിക്കാൻ. അപ്പോൾ ടെൻഷൻ പറയുന്നു, ഒരൊറ്റ ഓർമ്മ ഞാൻ കൊടുക്കത്തില്ല, കാരണം അവന്മാർ ചെയ്യണം ട്രെയിനിങ്. അവന്മാർ ഭയങ്കര വീക്കാണ്. അവന്മാരുടെ വീക്ക്നെസ് ട്രെയിൻ ചെയ്തെടുക്കുക എന്നതാണ് ഹാഷുറ ട്രെയിനിങ്ങിൽ കൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കൂടെ ഞങ്ങളുടെ സ്ട്രെങ്ത് മാക്സിമം ആക്കുക എന്നതുമാണ്. ടെൻഷൻ ആണെങ്കിൽ ഈ ഒരു ഇത് കൂടുതൽ ഈ സ്പീഡ് അതാണ് അത്യാവശ്യം. അപ്പോൾ അതുവഴിയാണ് ടെൻഷൻ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഹാഷറമാരെ എങ്ങനെയാണ് ട്രെയിനിങ് ചെയ്യുന്നത് എന്ന് നമ്മളുടെ സുമ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ചെഞ്ചൻ പറയാണ്, അത് ഓരോരുത്തരുടെ സ്റ്റൈൽ വെച്ചിട്ടാണ് അവർ ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പല സ്റ്റേജസ് ആയിട്ടാണ് അത് പോകാൻ പോകുന്നത്. ആദ്യം മോയ്ച്ചറോടെ ഹൈ സ്പീഡ് മൂവ്മെൻറ്റ് ട്രെയിനിങ് ആണ് നടക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ മിറ്റ്സൂരിയുടെ ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ്, ഒബനായുടെ ഇംപ്രൂവ്മെൻറ്റ് സോർട്സ്മാൻഷിപ്പ് ട്രെയിനിങ്, സെൻമിയുടെ എൻഡ്ലെസ് സ്ട്രൈക്കിംഗ് ടെക്നിക്ക്, അങ്ങനെ ലാസ്റ്റ് ഗയോമിയുടെ നമ്മളുടെ മസിൽ സ്ട്രെങ്തനിങ് ടെക്നിക്ക്. അങ്ങനെ ഇത്രയും കഴിയുമ്പോൾ ഇത് കഴിയുമെന്ന് പറയാണ്. അപ്പോഴും 2 ഹാഷർമാരെ മിസ്സിങ് ഉണ്ട്. എന്തായാലും അപ്പോഴത്തേക്കും നമ്മളുടെ സുമ പറയുന്നുണ്ട്, എന്തായാലും ഇവന്മാരുടെ അടുത്ത തീരുമാനമാവുമെന്ന്. ഉറപ്പായിട്ടും ആവും. അത് മാത്രമല്ല സെന്മി ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചൂടാവുന്നോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ആ എൻഡ്ലെസ് സ്ട്രൈക്കിംഗ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒബനായുടെ സോണിൻ്റെ ആ ഒരു ഇത് കാണുന്നുണ്ട്. അത് കണ്ട് ഇവന്മാർ ഞെട്ടി നിൽക്കുകയാണ്. എല്ലാവരും ട്രെയിനിങ്ങിൽ പൊക്കോണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മോയ്ച്ചറോടെ സ്പീഡ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. മസിൽ ടെൻഷൻ എല്ലായിടത്തും ട്രെയിനിങ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, അതായത് ഇവിടെ പ്രാക്ടീസ് ചെയ്ത് നല്ല പിള്ളേരാവുന്ന ഒരടുത്ത ലെവലിലേക്ക് വിടുകയാണ്. അവരെ അടുത്ത ലെവലിലേക്ക് വിടുകയാണ്. അപ്പോൾ ഇപ്പം കുറച്ച് പിള്ളേർ കയറും ചെയ്യും, അടുത്തതിലേക്ക് പോകും. ഇനി പോവാത്തമാർ അവിടെ തന്നെ നിന്ന് ഒന്നും കൂടെ ചെയ്യും, എന്നിട്ട് അടുത്തതിലേക്ക് പോകും. അപ്പോഴത്തേക്കും നമ്മളുടെ പിന്നെ കാണിക്കുന്നത് ടാൻജിറോനെയാണ്. ടാൻജിറോ ആണെങ്കിൽ ഒരു കത്ത് കിട്ടുകയാണ് ടാൻജിറോയ്ക്ക്. അതായത് നമ്മളെ കാഗയെ അയച്ച കത്താണത്. ഉബയാഷിക്ക് മാൻഷനിൽ നിന്നുമാണ് കത്ത് വന്നേക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി ടാൻജിറോയ്ക്ക് കേട്ടോ. അപ്പോഴത്തേക്കും അതെടുത്ത് വായിക്കുമ്പോൾ എനിക്ക് എന്തിനാണ് കത്ത് അയക്കുന്നതെന്ന് പറഞ്ഞാണ് ടാൻജിറോ എടുത്ത് വായിക്കുന്നത് തന്നെ. അപ്പോഴത്തേക്കും അതിനകത്ത് പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് എനിക്കറിയാവുന്ന ഒരു സംഭവമാണ് നിനക്ക് ഞാൻ തരാൻ പോകുന്നത്. അതായത് നമ്മുടെ ഗിയോ ആ ഒരു ട്രെയിനിങ്ങിൽ ഭാഗമാകുന്നില്ല, അതുകൊണ്ട് കുറേ ഇത് നഷ്ടമാകുന്നുണ്ട്. അതായത് വാട്ടർ മെത്തേഡ് അവർക്ക് പോവാണ്, വാട്ടർ ഹഷർ ഇല്ല. അപ്പോൾ ആ ഒരു ട്രെയിനിങ്ങിൻ്റെ ആ ഒരു രീതി അത് പോവാണ്. ആരെങ്കിലും ആ ഒരു ബ്രീതിങ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ അത് കിട്ടാതെ പോവാണ്. അതുകൊണ്ട് തന്നെ ഗിയുവിനെ എങ്ങനെയെങ്കിലും ഒരു ഇതാക്കണം. അവൻ ആ ട്രെയിനിങ്ങിൻ്റെ പാർട്ടല്ല, അവനെ നീ കൊണ്ടുവരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നിനക്ക് ഈ കത്ത് എഴുതുന്നത്. നിന്നെക്കൊണ്ട് പറ്റും, നിനക്ക് ആ ഫീലിങ്സ് കൺവേ ചെയ്യാൻ പറ്റുമെന്ന്. അത് മാത്രമല്ല, ഈ കത്ത് എഴുതി കൊടുക്കുന്ന അമാനയാണ്. അപ്പോൾ അമാനെ കത്ത് എഴുതുമ്പോൾ പറയുന്നുണ്ട്, നമ്മളുടെയൊക്കെ എയിം എന്താണ്, മുസാനെ കൊല്ലുക എന്നുള്ളതാണ്. ഇവരെല്ലാവരും ഒന്നിച്ച് നിന്നാൽ മാത്രമേ മുസാനെ കൊല്ലാൻ പറ്റൂ. എനിക്കും ആ ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റും, എനിക്കത് ചെയ്യാനായിട്ട് വില്ലിങ് ആണ് ഞാൻ. എന്നെക്കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ബോഡി ഫുൾ പാരലൈസായി. എനിക്ക് ചുണ്ടും വായും മാത്രമേ അനങ്ങുന്നുള്ളൂ. വേറെ ഒരു രീതിയിലും എനിക്ക് എഴുന്നേക്കാനോ ഒന്നിനും പറ്റുന്നില്ല. എനിക്ക് ഈ ലോകം എന്താണെന്ന് കാണാൻ കൂടി പറ്റുന്നില്ല. പിന്നെ അമ്മാനെ, നീ ലെറ്റർ എഴുതി കഴിഞ്ഞില്ലേ? ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു
ഒരുപാട് നന്ദിയുണ്ട് നീ ചെയ്ത് തന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാഗിയനെ കാണിക്കാനാണ്. അപ്പോൾ ആ ഒരു നിസ്സഹായത അമാനയുടെ. നമ്മളുടെ അമാന പറയുന്നത് എനിക്ക് അത്രയും വലിയ ഉത്തരവാദിത്വം തരല്ലേ, എനിക്ക് അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല, നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇപ്പോൾ നന്നായിട്ടാണ് പോകുന്നതെന്നും ഞാൻ വിചാരിക്കുന്നു എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്കും ചമായോനെ കാണിക്കുകയാണ്. ചമായോ ഒരു കാക്ക വിൻഡോയിലിരുന്ന് സംസാരിക്കുന്നതൊക്കെയാണ്. അത് കാണുമ്പോഴേ മനസ്സിലായി കാക്കയുടെ കാക്കയാണ്. അപ്പോൾ അതിനെ കണ്ടത് ഞെട്ടിപ്പോവാണ്, നീ എന്താ ഇവിടെ എന്ന രീതിയിൽ. അപ്പോഴാ കാക്ക പറയാണ് നീ എന്നെ നോക്കിയിട്ട് പേടിക്കുമോ, അങ്ങനെ ഒന്നും വേണ്ട, നിന്നെ തിരക്കിയിട്ട് ആരും വരാൻ പോകുന്നില്ല. അതായത് ഈ ഒരു കാക്ക കണ്ടിട്ട് ഇത് എന്തായാലും ഡിമണ്ടിനെ തിരക്കി പോവാണെന്നും പറഞ്ഞിട്ട് വരത്തില്ല. കാരണം ബാക്കിയുള്ള ട്രെയിൻ ചെയ്യപ്പെട്ട കാക്കയ്ക്ക് വേറെ കുറേ ഇങ്ങനെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് ഉണ്ട്, എനിക്കതൊന്നും ഇല്ല. അതുകൊണ്ടാണ് എന്നെ തന്നെ സെലക്ട് ചെയ്ത് അമാനെ വിട്ടേക്കുന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നീ നമ്മളുടെ കാക്കയ്ക്ക് നന്നായിട്ടറിയാം നീ ഡീമൺസിനെ പറ്റി റിസർച്ച് ചെയ്യുന്നുണ്ട്, നിന്നെ കൊണ്ടേ ടാൻജറോനെയും നെസുക്കോനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നീ ഡീമൺസ് ലെയർ മാൻഷനിലേക്ക് വരണം, നീ വന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണം, നമ്മളുടെ നെസുക്കോനെ പ്രൊട്ടക്ട് ചെയ്യണം. മുസാൻ വരുന്നതിന് മുമ്പ് പരമാവധി ടാൻജറോനെയും നെസുക്കോനെയും സപ്പോർട്ട് ചെയ്ത് സ്ട്രോങ് ആക്കി അവളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അവർക്ക് ഒരുപാട് വീക്ക്നെസ് ഉണ്ട്, സ്ട്രോങ് ആയാൽ മുസാനെ തോൽപ്പിക്കുന്ന രീതിയിൽ അവർക്ക് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് നീ അതിന് നിൽക്കണം. നെസുക്കോയാണ് മുസാൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആവാൻ പോകുന്നത്, അതുകൊണ്ട് അതിനെ ഒരു സ്ട്രെങ്ത് ആക്കി നീ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നീ വന്നാൽ മതി, നിനക്ക് സേഫ് അല്ലെന്ന് തോന്നിയാൽ നീ വരണ്ട, അതുകൊണ്ടാണ് ഈ കാക്കേനെ തന്നെ ഞാൻ പറഞ്ഞു വിട്ടത് എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇപ്പം തന്നെ ഞാൻ വരണോ എന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് ടമായ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ വരണോ എന്നല്ല, നീ ആലോചിച്ച് പതുക്കെ വന്നാൽ മതി, എന്തായാലും ടാൻജറോയ്ക്ക് നിന്നെ ഭയങ്കര വിശ്വാസമാണ്, ടാൻജറോ എന്തായാലും നടക്കും, നീ വന്നാൽ വല്ലതൊക്കെ നടക്കും, ഉറപ്പായിട്ടും നടക്കുമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മൾ ടമായോക്ക് എന്താ ഞാനിപ്പോൾ കേട്ടത്, ഇത് യഥാർത്ഥമായിട്ടും നടക്കുന്നൊരു കാര്യമാണോ, ഡീമൺസ് ലെയർ മാൻഷനിലേക്ക് ഒരു ഡീമൺ പോകണമെന്നോ എന്ന് ഇങ്ങനെ ഓർക്കാണ്. അത് മാത്രമല്ല അവിടെ ഒരു ഗേൾ ഡീമൺസ് ലെയർ ഉണ്ട്, അപ്പോൾ അവളെ കൂടെ നീ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും റെഗിയോൻ്റെ കൂടെ നമ്മളുടെ ഷിനോബുവും ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാകുന്നില്ല, അപ്പോൾ അവളെ കൂടെ അതിനകത്ത് കൊണ്ടുവരിക്കാനായിട്ടാണ് ഈ ഒരു ക്രോനെ പറഞ്ഞു വിട്ട് ഈ ഒരു ഇൻഫോർമേഷൻ നമ്മളുടെ ടമായോക്ക് കൊടുത്തേക്കുന്നത്. ടമായോ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് മുമ്പ് പോകുമ്പോൾ കാണാം. ടമായോ അവിടേക്ക് പോകുമോ ഇല്ലയോ, എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. എന്തായാലും ടമായോ നന്നായിട്ട് ഷോക്കായിട്ടുണ്ട്, പേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും അവിടെ വെച്ചാണ് നമ്മളുടെ ഡീമൺസ് ലെയറിൻ്റെ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോഴത്തേക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഈ എപ്പിസോഡ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.